ഇതിപ്പോൾ എന്താന്ന് പറഞ്ഞാൽ മനസ്സിലായില്ലേ ഗൈസ്. എവിടെ പോയി കഴിഞ്ഞാൽ എന്ത് ചെയ്താലും നമ്മൾ ഇറങ്ങാൻ എന്നോ ലേറ്റാ. അതൊരു 100 കൂട്ടും എക്സ്ക്യൂസസ് ആണ് ഇപ്പോൾ പറയുന്നത്. അപ്പോൾ നമ്മൾ ഇന്ന് പോകുന്നത് കോഴിക്കോട് ബീച്ചിലേക്കാണ്. അപ്പോൾ എന്തിനാ പോകുന്നത് വെച്ചാൽ പ്രത്യേകിച്ച് കാരണങ്ങളൊന്നുമില്ല. നമ്മൾ കോഴിക്കോട്ടുകാർക്ക് സന്തോഷം വന്നാലും സങ്കടം വന്നാലും ആദ്യം പോകുന്ന സ്പോട്ടാണ് ബീച്ച്. ബീച്ച് എന്ന് വെച്ചാൽ ഞങ്ങളുടെ സ്വകാര്യ ഒരു അഹങ്കാരം കൂടിയാണ്. അപ്പോൾ പിന്നെ ബീച്ചിൽ പോകാന്ന് പറഞ്ഞ് കാവടത്തുള്ളി ഇറങ്ങിയ ടീംസാണ് ഇപ്പോൾ ട്രാജഡി റോഡ് കിടക്കുന്ന ഗൈസ്. ഇന്ന് സൺഡേ ആയിട്ട് നല്ല തിരക്കുണ്ട് റോട്ടിൽ. അപ്പോൾ ക്ഷമിച്ചിരിക്കല, അത് വേറെ ഒരു വഴി. അങ്ങനെ 1.5 മണിക്കൂറിന്റെ കാത്തിരിപ്പിന്റെ ശേഷം നമ്മൾ ബീച്ചെത്തിയപ്പോൾ കണ്ട കാഴ്ചയാണ് കഴിച്ചത്. ഇത് എന്ത് പറ്റിയെന്ന് എനിക്ക് അറിയില്ല. കാരണം നമ്മൾ ബീച്ചിൽ എന്റെ പാർട്ട്ണർ പറയുന്നത് ചിലപ്പോൾ മഴ കൊണ്ടായിരിക്കും ആൾക്കാർ കുറവുന്നുണ്ട്. പക്ഷെ നമ്മളെ കച്ചവടക്കാർക്ക് ഒരു കുറവില്ല കേട്ടോ, അവർ ഫുള്ള് സെറ്റാണ്. അങ്ങനെ നമ്മൾ ബീച്ചിന്റെ ഫുട്പാത്തിലൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും വരാപ്പര കുറെ നേരം നടന്നു ഗൈസ്. കുറച്ച് കഴിഞ്ഞപ്പോൾ 1-2 പറഞ്ഞ് ഞാൻ അവനെ വെറുപ്പിക്കാൻ തുടങ്ങി. അങ്ങനെ കൈ കെട്ടി ഒരു കടലിന്റെ പാക്കറ്റ് കഴിഞ്ഞിട്ട് പറഞ്ഞ് കുറച്ചു നേരം മിണ്ടാതിരുന്ന് തിരുമലകൾ വന്നാണ്. കേട്ടപ്പതി കേൾക്കാത്തപ്പതി മിണ്ടാതിരുന്ന് കഴിച്ചു ഗൈസ്. നമുക്ക് ഫുഡ് ഇതാ മുഖ്യം. അപ്പോൾ ഇത് കഴിഞ്ഞപ്പോൾ രണ്ടാമത് വിഷ്കാൻ തുടങ്ങി ഗൈസ്. എന്താ ചെയ്യാ, വിഷപ്പിന് പിടിയായി പോയില്ല. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഞങ്ങൾ ഇയാളെ കാണുന്നത് കേട്ടോ. ഇയാൾ പെട്ടെന്ന് ഞങ്ങളുടെ അടുത്ത് ഓടി വന്ന് ഞങ്ങളോട് കുറച്ചു നേരം കളിച്ച് വേഗം ഓടിപ്പോയി. അപ്പോൾ ഇന്നത്തേക്ക് ഇത്രയൊക്കെ ഉള്ളൂ. അടുത്ത വീഡിയോ കാണുന്നവരെ ബൈ.